ക്യാമറയിൽ മോളിങ്ങനെ ചായ കൊണ്ട് കൊടുക്കുന്ന കണ്ടിട്ടാണ് ചോദിച്ചത്. അവളുടെ 3 കൂട്ടുകാരികൾ പോയി. ഒരു കൂട്ടുകാരി ഇപ്പോൾ അവിടെ ഉണ്ട്, സാന്ത്വന. അപ്പോൾ അവരെ തിരയാൻ വന്നവർക്ക് വെള്ളം കുടിക്കണം, അതിനാണ് അവൾ ഒരുങ്ങിയത്. വാപ്പ എടുത്ത് പറഞ്ഞപ്പോൾ വാപ്പ അത് സമ്മതിച്ചു. ആ അവസ്ഥയിലാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ കുട്ടികളുടെ, മുതിർന്നവരുടെ, അച്ഛനമ്മമാരുടെ, പൊതുസമൂഹത്തിൻ്റെ, റിലേറ്റീവ്സിൻ്റെ വിവിധ വേവ്ലെങ്ത്തുള്ള മെൻ്റൽ ട്രോമ, അത് മൊത്തം ഒരു പൊതുസമൂഹത്തിൻ്റെ മൊത്തം ഒരു മാനസിക നില ഹൈലി ഷോക്കിങ്ങും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി അങ്ങ് വല്ലാതെ അങ്ങ് ലൂസായിട്ട് എല്ലാവരുടെയും, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഇവരങ്ങ് നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. ഓരോ ആശുപത്രിയിൽ പോകുന്ന സമയത്തും ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്ത് പോകുമ്പോഴും അവർ ഫേസ് ചെയ്തായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും, 6 മണിക്കൂർ ഗ്രാൻഡ് മദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കമ്പി പിടിച്ച് തൂങ്ങി നിന്ന ആൾ, പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തിയതായിരിക്കുന്ന ആൾ, അതിന്നിപ്പോൾ ചുണ്ടയിൽ ക്യാമ്പിൽ പോയ സമയത്ത് 5-6 പേരെ ചെളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് അവസാനം വീട്ടിലുള്ള സ്ത്രീകൾ അവരുടെ മേലെ വെള്ളം ഒഴിച്ച് ചെളി അങ്ങ് ഒഴിവാക്കുകയാണ്. എന്നിട്ട് അവരങ്ങ് കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് മകൾ കാണുന്നില്ല. മകളോട് നോക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് മകളെയും കൊണ്ടിട്ട് അടുത്തത് പോവാണ്. ആ മകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മകൾ തലേ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരുടെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് അതൊന്നും താങ്ങാനുള്ള കെൽപ്പിലല്ല. അതാണിത്. സിദ്ദിഖ് ഇവിടെ വരുമ്പോൾ എനിക്ക് രാവിലെ ഒരു 4 മണിക്ക് മുമ്പ് തന്നെ സിദ്ദിഖ് 5 മണിയാകുമ്പോഴേക്കും സിദ്ദിഖ് നേരത്തെ എത്തി. ഞങ്ങൾ എത്തിയതിന് ശേഷം ഒരു അറൗണ്ട് 3-ന് ശേഷം ഞങ്ങൾ വെള്ളാർമല സ്കൂളിൻ്റെ ആ ഭാഗത്തേക്ക്, അപ്പം കുറച്ച് ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു വലിയ സൗണ്ട് പ്രകമ്പനമായിട്ട് ആളുകൾ മുഴുവൻ അലറി വിളിച്ച് ഓടുന്നു. അല്ലെങ്കിൽ സ്കാറ്റഡായി, ചെതറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് കാമൻക്വറ്റായി വീണ്ടും അസംബിൾ ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ചെറിയതായിരിക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ വെള്ളാർമല സ്കൂളിൻ്റെ അടുത്തേക്ക് പോയി. ആ സ്കൂളിൻ്റെ അടുത്ത് ഭയാനകമായ ചിത്രമായി. ഞങ്ങളാ 1 ടൺ കണക്കിന് മരങ്ങൾ, സത്യത്തിൽ വെള്ളാർമല സ്കൂളിൻ്റെ ആ ബ്ലോക്കില്ലെങ്കിൽ ചൂരൽമല ടൗണില്ല, അവിടെ നിന്നതായിരിക്കുന്ന ആളുകളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിന് മുഴുവൻ തടുത്ത് നിർത്തിയത് ഈ സ്കൂളിൻ്റെ ആ സ്കൂളാണ്. ആ വലിയ 100 കണക്കിന് മരങ്ങളുടെ കൂട്ടമാണ്, അത് വൻമരങ്ങളാണ്. ആ മരങ്ങളുടെ മേലെ കൂടെ കയറുമ്പോഴാണ് ഒരാളുടെ കാല് അതിനുള്ളിൽ കാണുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു കട്ടർ കൊണ്ടുവന്നു. കട്ടർ ഓരോന്നെടുത്ത് ആ ബോഡികൾ തലങ്ങും വിലങ്ങും സൈഡ് 40 ഇപ്പുറത്തുനിന്നും ബോഡി എടുക്കുകയാണ്. ഇതൊരു വല്ലാത്ത. സിദ്ദിഖ് എത്ര സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും അന്നത്തെ ദിവസം ബോഡി എടുക്കുമ്പോൾ? കുറേ പേരല്ലേ? ഒത്തിരി ബോഡീസ് തുണിയിലും സ്ട്രെച്ചറിലും ഇങ്ങനെ കൊണ്ടുപോകുന്നത് നേരിട്ട് നമ്മൾ കാണല്ലേ. നമ്മളതിൽ പങ്കാളിയാവാണ്. നമ്മൾ ആദ്യം അതിൻ്റെ മേലെ ഭാഗത്തേക്ക് ഈ കവുങ്ങ് മുറിച്ച് പാലം തീർത്ത് അതിൻ്റെ മേലേക്ക് പോയത് എൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ മുഴുവൻ ഓരോ സമയത്തായി കയറിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ MLA ആയ ഉടനെ ഈ 2019 ഉരുൾപൊട്ടലിൽ, അന്നത്തെ ഫ്ലഡിൽ പുഞ്ചിരിമട്ടം പുഴ വളരെ മോശമായ അന്തരീക്ഷത്തിലായി, പാറകളും എല്ലാം കൂടെ വന്നടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ പാലം പ്രശ്നത്തിലാണ്, റോഡ് പ്രശ്നത്തിലാണ്, അതൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു പോയപ്പോൾ കണ്ടത് ഈ പുഴ മുഴുവൻ കല്ലുകളാണ്. അപ്പോൾ അടുത്ത ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഈ പുഴ ഇപ്പുറത്തൂടെ ഒഴുകിക്കഴിഞ്ഞാൽ ആ സൈഡിലുള്ള വീടും മുഴുവൻ പോവും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കത്തെഴുതി. ഞാൻ അദീല അബ്ദുള്ളയാണെന്ന് കലക്ടറോട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് അനുവദിക്കണം, പുഴയുടെ ഗതി സുഗമമാക്കണം. ആ ഫണ്ട് അനുവദിച്ചു. അത് കിട്ടി. ആ വലിയ കല്ലുകളൊക്കെ നീക്കി. പക്ഷേ അതിൻ്റെ മേലെ ഭാഗത്ത് ഈ ഹൈറ്റിലുള്ള വലിയൊരു പാറയുണ്ട്. അത് മുമ്പത്തെ ഒരു ലാൻഡ് സ്ലൈഡിൽ അവിടെ വന്നതാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള നിരവധി പാറകൾ, ആ പാറയൊക്കെ അടിച്ചുപോയി.
നിരവധി ഫാസ്റ്റായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ മോളിപ്പോൾ ഒരു ആവശ്യം വെച്ചിട്ടുണ്ട്, MLA അടുത്ത് തന്നെ നേരിട്ട് പറയാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞോ സ്കൂളിൻ്റെ കാര്യം കേട്ടോ. സ്കൂള് വീണ്ടും ഉണ്ടാക്കും വേണം. ഞങ്ങളെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അവിടെ തന്നെ തിരിച്ച് വരണം. അങ്ങോട്ട് തന്നെ തിരിച്ച് എത്തി അവിടെ തന്നെ പഠിക്കാൻ പറ്റണം. അതിൽ ആ സ്ഥലത്ത് ആ സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മക്കളോടൊക്കെ കൗൺസിലിംഗ് നടത്തി സംസാരിക്കും, തർക്കമില്ല. സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. സത്യത്തിൽ വെള്ളാർമല സ്കൂൾ ഒരു റിലീഫ് ക്യാമ്പ് കൂടി ആയിരുന്നു. അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിച്ചിലായി പോയത്. അപ്പോൾ ഇവരെ പരസ്പരം കുട്ടികൾക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതായിരിക്കുന്നത് അവിടെ സ്കാറ്റർ ചെയ്യാതെ വിവിധ സ്ഥലങ്ങളിലേക്കാക്കാതെ ഇവർക്ക് സൗഹൃദത്തോടു കൂടി ഒന്നിച്ച് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളതാണ്. അത് 6-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വരികയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അവർ വന്ന് ഉദ്യോഗസ്ഥലത്തിൽ ഇന്ന് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് അതിനുള്ള ഒരു സമീപനം ഉണ്ടാവും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അംഗനവാടികളുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്കൂളുകളുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗകര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈ 18 റിലീഫ് ക്യാമ്പിലും നാളെ വലിയ TV എത്തിക്കുകയാണ്, കിഡ്സ് കോർണർ കുട്ടികൾക്കുള്ള. ഇപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പം പഠിച്ചു തുടങ്ങണ്ടേ ഇനി വരുന്ന ദിവസങ്ങളിൽ? പഠിക്കണം, എല്ലാവരും ഒരുമിച്ച് തന്നെ വീണ്ടും പഠിക്കണം. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ ഓൺലൈനല്ലേ, കുറച്ച് ദിവസത്തേക്ക് പറ്റുമോ? ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് അടിയന്തരം. പക്ഷേ എല്ലാ റിലീഫ് ക്യാമ്പുകളിലും അധ്യാപകന്മാരുണ്ട്. അധ്യാപകന്മാർ ഓവർ സ്ട്രെയിൻ എടുക്കുകയാണ്. ഇപ്പോൾ ആ അധ്യാപകന്മാരെയും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം കൂടി ക്രമീകരിക്കുകയാണ്. അതിൻ്റെ കൂടെ കിഡ്സ് കോർണർ ആരംഭിക്കാൻ ഞങ്ങളൊരു പൊതു ലൈൻ എടുത്തു. എല്ലാ റിലീഫ് ക്യാമ്പിലും ചെറിയ കൊച്ചുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാർട്ടൂൺ പോലെയുള്ള സാധനങ്ങൾ കാണാൻ വലിയ TV-കൾ നാളെ 18 ക്യാമ്പിലും ഞാനതിൻ്റെ ക്രമീകരണം ചെയ്തു. അവർക്കുള്ള ആവശ്യമുള്ള എല്ലാ ടോയ്സും ഡ്രോയിങ് ബുക്കും മറ്റുള്ള സകല സംവിധാനങ്ങളും നാളെ വൈകുന്നേരത്തൂടെ അവരെ ക്യാമ്പിലെത്തും. ഇപ്പോൾ കുട്ടികൾക്കുള്ള ഞാൻ ഇവിടെ സെൻറ്റ് ജോസഫ് പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് പുസ്തകം വേണം, കഥകളുടെ പുസ്തകം വേണം. ആ പുസ്തകങ്ങളും നാളത്തേക്ക് ക്രമീകരിക്കുകയാണ്. അപ്പം പറ്റാവുന്ന രീതിയിലൊക്കെ 1, 2, 3 സ്റ്റേജിൽ നമുക്ക് കൗൺസിലിംഗ് വേണ്ടി വരും. ഇവരുടെ മെൻ്റൽ ട്രോമ വളരെ സീരിയസ് ആണ്. അതിലേക്കുള്ള ഓരോ സ്റ്റെപ്സും നടപടികളും കൂട്ടായി ഒന്നിച്ച് എല്ലാവരും ഒരു മൂവ്മെൻ്റായി ഈ മക്കളുടെ കൂടെ ഇവരുടെ കൂടെയുണ്ട്. താങ്ക് യു സിദ്ദീഖ്. തിരക്കുണ്ടെങ്കിൽ പോകാം. ഞാൻ നമ്മൾ ശ്മശാനത്തിലേക്ക് പോവാണ്. 9 ബോഡീസ് ഒന്ന് ക്രിമേറ്റ് ചെയ്യാൻ. സുരേഷ് ബാബു. ഹായ് സുരേഷ് ബാബു. അപ്പം ഹനൗഫിൻ്റെ കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കും.